സമസ്തയുടെ പ്രധാന പോഷക ഘടകമായ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബഹാവുദ്ദീൻ നദ്വിയെ പുറത്താക്കി. ചേളാരിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? രാജ്യത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾക്കിടയിലും അതുപോലെ തന്നെ അതിന്റെ കീഴ്ഘടകങ്ങൾക്കിടയിലും വലിയ ഒരു ഭിന്നത ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ ചേരിയായിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് ആണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിനെയും മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇന്ന് ചേളാരിയിൽ ചേർന്നിട്ടുള്ള ഈ യോഗത്തിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ആരാകണം എന്ന് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ നടപടികൾ തുടർന്നു വന്നത്. ആ വേളയിലാണ് മുസ്ലിം ലീഗ് നേതാവും അതുപോലെ തന്നെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗവുമായിട്ടുള്ള മായിൻ ഹാജി നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി തുടരട്ടെ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനെ ആരും തന്നെ പിന്തുണച്ചില്ല. പിന്നീട് അവിടെ ഉയർന്നു വന്ന ഒരു പേര് മുഷാവറ അംഗം പാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയുടെ പേരായിരുന്നു. എന്നാൽ അതിനെ തക്ബീർ ധ്വനികളോടെ എല്ലാവരും തന്നെ അത് ഉൾക്കൊണ്ടു, അത് സ്വീകരിച്ചു. അങ്ങനെ ബഹാവുദ്ദീൻ നദ്വി സ്ഥാനത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്നു. ഒപ്പം തന്നെ പുതിയ പ്രസിഡന്റായിക്കൊണ്ട് മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബഹാവുദ്ദീൻ നദ്വി എപ്പോഴും ലീഗിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ മറ്റ് പല ആളുകളും, അതായത് ഇന്നത്തെ ഈ കൗൺസിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും അതിനെ എതിർക്കുന്ന ഒരു ചേരി കൂടിയായി മാറുന്നു. അത്തരമൊരു പശ്ചാത്തലം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും ഇപ്പോൾ പുതിയ പ്രസിഡന്റായിക്കൊണ്ട് മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.